ഇതാണ് ഇതിന്റെ സവിശേഷ. കുട്ടികൾ വീടില്ലാത്തവർക്ക് വീട് എല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നിവേദ്യം ചെയ്തിട്ട് പോയാൽ അവർക്ക് ഉണ്ടാവും. ആ പ്രാർത്ഥന അവർക്ക് അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും ഉണ്ടാവും. ഒന്നും മറന്നു വെക്കണ്ട. 74 സ്ഥലത്തിന്റെ ഉയര് സുമാർ ഒരു 600 അടിയുടെ മേതി. ഇതിന്റെ പേര് പറഞ്ഞ എന്താണ്? ഇതിന്റെ പ്രത്യേകത പറഞ്ഞാ ഇവിടെ നമ്മള് വൽക്കാലി ഇരിക്കാലി, അതായത് കോഴി, ഇത് കൃഷി സംബന്ധമായ എല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അതിന്റെ ഉയർച്ചയുണ്ടാവും. കൊല്ലത്തിലൊരിക്കൽ ഇത് അവര് പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുവന്ന് കെട്ടിയതാണ്. ഇത് ഇവിടെ വലിയൊരു പുളിമരമായിട്ട് 600 മീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് കയറാൻ കഴിഞ്ഞോ? മുകളിൽ കയറാൻ ചരിഞ്ഞ് കണ്ടിട്ടുള്ള പരിപാടി. അതെ അതെ അതെ. ഇത് ഇവിടെ പ്രാർത്ഥിച്ച നിങ്ങൾക്ക് നടക്കണ്ടോ? ഇതിന്റെ അഡ്രസ് ക്ലീൻ ആയിട്ട് ഒന്ന് പറയും. ഞങ്ങളുടെ അഡ്രസ്സാ ഈ സ്ഥലത്തിന്റെ ചെതലിയിൽ നിന്ന് നേരെ പടിഞ്ഞാറോട്ടുള്ള ഈ റോട്ടിലേക്ക് വന്നു പറഞ്ഞാൽ കുന്നു കാണും. പഴയില്ല, പാറ, വലിയൊരു പാറയായിട്ട് കാണും. അവിടെയാണ് അതിന് പുളിമരം. ശരി ശരി ശരി. അത് വേപ്പ്. ശരി ശരി. ഇതെല്ലാം കത്തി നശിച്ചു പോയി. താനേ കത്തി നശിച്ച. പിന്നെ ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം. ശരി ശരി ശരി. അതായത് ഇവിടെയാണ് പ്രാർത്ഥിക്കുക. ശരി ശരി. ഇവിടെ ശിവനും മറ്റേ ഇവരൊക്കെയാണ്. ഇവിടെ ദേവി. ശരി ശരി. അങ്ങനെയാണ് ഇത്. ശരി ശരി. ഏത് സമയത്ത് വേണമെങ്കിലും വരാം. ഏത് സമയത്തും വരാം. ദിവസങ്ങളൊന്നും ഇല്ല. മുമ്പ് എന്റെ അച്ഛനെ ഞങ്ങള് കോട്ടായിന്ന് രാവിലെ 4 മണിക്ക് വട്ടിയിൽ പണിക്കാരെയും കൂട്ടിയിട്ട് ഏറ്റിട്ട് വന്നിട്ട് ഇവിടുന്ന് പോണ സമയമാണ്. അപ്പോഴും ഇവിടെ വന്ന് ഈ ദേവി ഇതിന് തോക്കാത്ത ഒരു കൃഷിക്കാരനും ഞങ്ങളുടെ കോയലിൽ വന്ന് പാലക്കാട് ജില്ലയിൽ ഉണ്ടാവില്ല ഒരാളും ഇവിടെ വന്ന് ഈ പൂജ ചെയ്യാത്തവര് ഒരാളും ഉണ്ടാവില്ല. ഇതാണ് ഇതിന്റെ സവിശേഷ. കുട്ടികൾ വീടില്ലാത്തവർക്ക് വീട് എല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നിവേദ്യം ചെയ്തിട്ട് പോയാൽ അവർക്ക് ഉണ്ടാവും. ആ പ്രാർത്ഥന അവർക്ക് അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും ഉണ്ടാവും.